വ്യത്യാസം എന്താ വെച്ചെങ്കില് ഇതിന്റെ കളറിന്റെ വ്യത്യാസം ഇത് കളറ് ഇത് ഇളനീരിന്റെ മൂപ്പ് കുറഞ്ഞ തേങ്ങയുടെ ചിരട്ടയാണത്. മൂപ്പാവുമ്പോ ചിലപ്പോ ഇവിടെ ഒരു കറുപ്പ് കളർ വരും. അപ്പൊ അത് വരാതെ വളരെ ഇളനീരായിട്ടുള്ള ചിരട്ടയുടെ എടുക്കണം. കുറച്ചധികം ക്ഷമയും അധ്വാനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ ഇവിടെ ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഒറ്റപ്പാലത്ത് പനമണ്ണയിലുള്ള രാജൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. ആണ് ചിരട്ടകള് നമ്മുടെ മിഷനറി ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കയ്യിൽ എക്സ്പ്ലൈഡ് അരം അതേമാതിരി പേപ്പർ ഇതെല്ലാം അത് മാത്രം ഉപയോഗിച്ചിട്ട് പറ്റാവുന്ന മാത്രമാണ് ചെയ്യുന്നത്. ഇതും ഇളനീരിന്റെ ചിരട്ടയാണ്. പക്ഷെ അത് അങ്ങനെ കുറച്ച് പഴകി കിടന്നപ്പോ എങ്ങനെ ഒരു കളർ വന്നപ്പോ അതിന്റെ ചെറുകിനൊരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. ഒരു തത്തമ്മയാണത്. അല്ല അതെല്ലാം വേറെ വേറെ പീസുകള് ഇങ്ങനെ അതായത് ഇതിന്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഓരോരോ പീസുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മരത്തിന്റെ ഇതാണ്. ഇതും തന്നെ ഇത് ഇവിടെ ഒരു പീസാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിന്റെ. ഇത് മറ്റേ ഇളനീരിന്റെ ചിരട്ടയാണ്. ഇതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് മരം കട്ട് ചെയ്തിട്ട് പെന്നൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പെൻ ഹോൾഡറും കൂടി ആയിട്ടുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും മരത്തിന്റെ പിന്നെ ഒരു കളറിന് വേണ്ടിട്ട് നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുന്നു. അതുപോലെ നല്ലൊരു പൂക്കളൊക്കെ ഉണ്ട്. ഇത് ചിരട്ട കട്ട് ചെയ്തിട്ട് ഇത് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് കയറ്റിയിട്ട് അവിടെ വീണ്ടും കഴുത്ത് ഇതെല്ലാം ചിരട്ട കൂട്ടി ഒട്ടിച്ച് രാവി ഉണ്ടാക്കുന്നത് തന്നെയാണ് ആരത്തിന്. പിന്നെ പേപ്പർ ഇട്ടിട്ട് ശരിയാക്കുന്നത്. ഇതിന്റെ ഷേപ്പിന് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ അത് കിട്ടുമ്പോ എടുത്തു വയ്ക്കും. ഒരുപാട് ഫ്ലവറും ഫ്ലവർ വേസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ചിരട്ടയിലാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല. അത്രയും ഭംഗിയുണ്ട് കേട്ടോ എല്ലാം. അതിൻ്റെ ഒരു ഫിനിഷിങ് എടുത്തു പറയേണ്ടതാണ്. എല്ലാവർക്കും എത്രമാത്രം ക്ഷമയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ഫിനിഷിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. കൂടുതലൊന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വീഡിയോയിൽ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ വീടിനകത്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ.